വീണ്ടും ഞാൻ വന്നിരിക്കുന്നു പുതിയൊരു വിഷയമായിട്ടാണ്. ന്യൂമറോളജിയുടെ തന്നെ ഒരു വിഷയമാണ്. അതെ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് നമ്പേഴ്സ്. അതെ, എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ, അതായത് ഡ്രൈവർ നമ്പർ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1 ആയിരിക്കും. 1 എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യൻ എന്ന് പറഞ്ഞാൽ രാജാവ്, അതോറിറ്റി, അതായത് ആധികാരികത, ഈഗോയിസ്റ്റിക്കും കൂടി ഇവരിൽ കാണപ്പെടുന്നു. 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ, അതായത് ഡ്രൈവർ നമ്പർ 2 ആയിരിക്കും. ചന്ദ്രൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 15 ദിവസം കയറ്റവും 15 ദിവസം ഇറക്കവും. ജലം, സെൻസിറ്റീവ് മൈൻഡായിരിക്കും, അതായത് മനസ്സ് വേണോ വേണ്ടയോ അങ്ങനെ ഒരു ഭാവത്തിലായിരിക്കും അവരുടെ കാര്യങ്ങൾ. 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ, അതായത് ഡ്രൈവർ നമ്പർ 3. 3 എന്ന് പറഞ്ഞാൽ ദേവഗുരു, അതെ വ്യാഴം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുഡ് സ്റ്റാർട്ടർ, ബാഡ് ഫിനിഷർ, അതായത് ഒരു കാര്യം തുടങ്ങുമ്പോൾ അതിഗംഭീരമായിട്ട് തുടങ്ങും പക്ഷേ മുഴുവിപ്പിക്കില്ല. അതാണ് വ്യാഴത്തിനെ കുറിച്ചുള്ള പറയാൻ. ഇൻറ്റുവേഷൻ പവർ, ഇമാജിനേഷൻ പവർ അതിഗംഭീരമാണ് ഇവരുടെ. 4, 13, 31, 22 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ, അതായത് ഡ്രൈവർ നമ്പർ 4 ആയിരിക്കും. 4 എന്ന് പറഞ്ഞാൽ രാഹു, രാഹു എന്ന് പറഞ്ഞാൽ തല, തല. അതെ, രാഹുയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഡിസിപ്ലിനായിരിക്കും, കൂടാതെ ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും. ഇതാണ് 4-ാം നമ്പറുകാരെ കുറിച്ച് പറയാം. പിന്നെ ഇവരുടെ പ്രത്യേകത ഡെയർ ഡെവിൾ, ഗുണ്ട അങ്ങനെയും പറയാം. 5, 14, 23 എന്നീ ജനിച്ച തീയതികളിൽ ജന്മസംഖ്യാ നമ്പർ 5, അതായത് ഡ്രൈവർ നമ്പർ 5 ആയിരിക്കും. 5ൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക അനുഗ്രഹമുള്ള ഒരു നമ്പറാണ്. അതെ, 80% ആൾക്കാരിലും 5 എന്ന സംഖ്യ ഉണ്ടാകാറില്ല. ഇതിൻ്റെ പ്രത്യേകത ബുധൻ്റെ, അതായത് 1 മുതൽ 9 സംഖ്യ വരെ ഉള്ള നമ്പറുകളിൽ കൃത്യമായിട്ട് മുകളിൽ നിന്നും താഴോട്ടും താഴെ നിന്നും മുകളിലോട്ടും നോക്കിയാൽ കൃത്യമായിട്ട് മധ്യത്തിൽ നിൽക്കുന്ന ഒരു നമ്പറാണ് 5. ഇതിൻ്റെ പ്രത്യേകത ഇമോഷണൽ ബാലൻസ് ആയിരിക്കും ഇവർ. പിന്നെ ഒരു കുഴപ്പം ഇവരുടെ എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു കുറവ്, ഒരു ലേസി പീപ്പിൾ, അതായത് അലസത അങ്ങേയറ്റം ഇവർക്കുണ്ടാവും. 6, 15, 24 എന്നീ സംഖ്യകളിൽ ജനിച്ചവരുടെ ഡ്രൈവർ നമ്പർ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ അസുരഗുരു ശുക്രാചാര്യർ. ശുക്രാചാര്യരെ കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി 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 അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടാകും ഇവർക്ക്. കൂടാതെ റോയാലിറ്റി, ലഗ്സറി അങ്ങനെയൊക്കെ ഒരു നമ്പറാണ് 6-ാം നമ്പർ. 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ, അതായത് ഡ്രൈവർ നമ്പർ 7 ആയിരിക്കും. അതിൻ്റെ നാഥൻ കേതു. അതെ, ഉടൽ മാത്രം ഉണ്ടാവുള്ളൂ, തലയുണ്ടാവില്ല. അതാണ് കേതുവിൻ്റെ പ്രത്യേകത. കേതു എന്ന് പറഞ്ഞാലിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും അവർ അന്ധമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടരായിരിക്കും, എപ്പോഴും കൺഫ്യൂസ് മൈൻഡായിരിക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ഡ്രൈവർ നമ്പർ 8. അതെ, 8 എന്ന് പറഞ്ഞാൽ ശനി 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 ശനി. ശനി എന്ന് പറഞ്ഞാൽ എന്താ? മന്ദൻ. മന്ദൻ എന്ന് പറഞ്ഞാൽ സ്ലോ ആയിരിക്കും കാര്യങ്ങൾ, എന്നാലോ അതിഗംഭീരമായ ജഡ്ജായിരിക്കും ഇവർ. ജഡ്ജ്മെൻറ്റ്, ഫൈനാൻസ് എന്നീ കാര്യങ്ങൾ ഇവരിൽ അതിഗംഭീരമായിരിക്കും. അവസാനത്തെ നമ്പറായ, അതായത് നമ്പർ 9, 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യാ നമ്പർ അല്ലെങ്കിൽ ഡ്രൈവർ നമ്പർ 9. അതെ,
സേനാപതി ചൊവ്വ. ചൊവ്വ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇവരുടെ സ്വഭാവ വൈശിഷ്ട്യം. ദാനവീര കർണൻ. കർണൻ്റെ സ്വഭാവമായിരിക്കും, എന്തും കൊടുക്കും. തീർച്ചയായിട്ടും ഇവരിൽ വേറൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൂടിയായിരിക്കും ഇവർ. മൂഡ് എപ്പോഴും സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് സ്ഥിരമായിട്ടൊരു മൂഡിലുണ്ടാവില്ല. എന്നാലോ സ്നേഹിച്ച് കഴിഞ്ഞാൽ കരൾ വരും പറിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ. തീർച്ചയായിട്ടും ഈ വിഷയം ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനലിൻ്റെ പേരാണ് സംഖ്യകൾ സംസാരിക്കും. കൂടാതെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.